ഹലോ മക്കളെ, വെൽക്കം ടു JP's ജൂനിയർ. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയ മിസ്. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഏതാ? വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി അല്ലെ, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്നാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് അല്ലെ. അപ്പൊ അതിലെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കണ്ടാൽ അറിയാം മിസ് എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. എന്താണ്? എക്കണോമിക് ഡിപ്രഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിനെ പറ്റിയാണ് മിസ്സിന് പറയാനുള്ളത്. നമുക്കറിയാലോ, ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിൽ ജോയിൻ ചെയ്യാത്ത ഒരു രാജ്യമായിരുന്നു അമേരിക്ക അല്ലെ. അപ്പൊ എന്താണ്, അമേരിക്കയ്ക്കും ഈ ഒരു എക്കണോമിക് ഡിപ്രഷൻ എങ്ങനെയാണ് ഉണ്ടായത്, ആ കാര്യം കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ എന്തായി, സാമ്പത്തികമായ രീതിയിൽ സാമ്പത്തികപരമായിട്ടൊക്കെ ഡൗൺ ആയി അല്ലെ. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായി, സമ്പത്തിലെ വെൽത്ത് ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളെ ഈ ഒരു എക്കണോമിക് ഡിപ്രഷൻ അല്ലെങ്കിൽ 1929 ഉണ്ടായിട്ടുള്ള എക്കണോമിക് ഡിപ്രഷൻ എങ്ങനെയെല്ലാം എഫക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് മിസ് ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതിനു മുന്നേ അമേരിക്ക എന്തുകൊണ്ടാണ് ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുക്കാഞ്ഞത്? ആ ഒരു സമയത്ത് നമ്മുടെ അമേരിക്ക ഈ യുദ്ധത്തിലൊന്നും പങ്കെടുത്തില്ല. പക്ഷെ എന്താണ് അമേരിക്ക ആ ഒരു സമയത്ത് ഈ യുദ്ധം ചെയ്യാനുള്ള ഈ വാറിന് വേണ്ടിയിട്ടുള്ള ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് ഈ വാള്, തോക്ക്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്തു, മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, അത് സെയിൽ ചെയ്തു അല്ലെ. ആർക്കാണ് സെയിൽ ചെയ്യുന്നത്? ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് സെയിൽ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ അമേരിക്ക എന്താണ്, ഒരുപാട് വെൽത്ത് ഉണ്ടാക്കി അല്ലെ. അപ്പൊ ആ വെൽത്ത് എന്താണ്, അമേരിക്കനെ ഏറ്റവും വലിയൊരു സമ്പന്ന രാജ്യമാക്കി മാറ്റി അല്ലെ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അമേരിക്കയ്ക്ക് ആ ഒരു എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടാവുക? അത് നമുക്ക് നോക്കണ്ടേ. ഓക്കെ, നോക്കിയോ, എക്കണോമിക് ഡിപ്രഷൻ ഇൻ അമേരിക്ക അല്ലെ 1929 അതായത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും എന്തുണ്ടായിട്ടുണ്ട്? ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്, എക്കണോമിക് ഡിപ്രഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടുണ്ട്. അത് അമേരിക്കനെ കൂടി എങ്ങനെ എഫക്ട് ചെയ്തു നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, people who become pauper because of the war couldn't afford the commodities അല്ലെ. എന്താ പറയുന്നത്? യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ഇപ്പൊ എന്തായി, യുദ്ധത്തില് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും എന്താണ്, പൈസ ഒന്നും ഇല്ലാണ്ടായില്ലേ, എല്ലാ പൈസയൊക്കെ പോയി. അപ്പൊ ആ ഒരു പൈസ ഇല്ലാണ്ട് ഇവർ എങ്ങനെയാ സാധനങ്ങളൊക്കെ വാങ്ങുക? അവർക്ക് സാധനങ്ങൾ, ഈ ഭക്ഷണം കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണത്തിനായാലും അതുപോലെ പാർപ്പിടം, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എന്താണ്, ഇവർക്ക് പൈസ ഇല്ല. അപ്പൊ എന്തായി, ഈ യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായി അല്ലെ. സെക്കൻഡ് പോയിന്റ് എന്താ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. ഓക്കെ, അതായത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊന്നും സാധനങ്ങൾ വാങ്ങാൻ പൈസയൊന്നുമില്ല. അപ്പൊ സാധനങ്ങൾ ഓൾറെഡി എല്ലാ ഫാക്ടറികളിലും എന്ത് ചെയ്യും, ആളുകൾ സാധനം വാങ്ങുന്നില്ലല്ലോ. അപ്പൊ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, ഫാക്ടറികളിൽ തന്നെ എന്താണ്, കെട്ടിക്കിടക്കാൻ തുടങ്ങി അല്ലെ. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. അമേരിക്കയിൽ നിന്ന്, അതായത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും എന്താണ്, സാമ്പത്തികപരമായിട്ട് എക്കണോമിക്കലി വീക്കായ സമയത്ത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വായ്പ എടുക്കും, ലോൺ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാണല്ലോ വേണ്ടത്. പക്ഷെ എന്താണ്, യുദ്ധം കഴിഞ്ഞതിന് ശേഷം, വാറ് കഴിഞ്ഞതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണുകളൊന്നും എന്താണ്, തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് അത് അമേരിക്കനെയും എന്തായി, മോശമായിട്ട് ബാധിച്ചു. അപ്പൊ അമേരിക്കയ്ക്കും ആ ഒരു ഡിപ്രഷൻ ഉണ്ടായില്ലേ. അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്ത പൈസയൊന്നും അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ ബാങ്കുകൾ തകർന്നു അല്ലെ. ഓക്കെ, ബാങ്ക് കൊളാപ്സ്ഡ്, ബാങ്കുകൾ തകർന്നു. അപ്പൊ എന്തായാലും ബാങ്കുകൾ തകരും. കാരണം എന്തായിരിക്കും, പൈസ, അമേരിക്കന്റെ കയ്യിൽ പൈസ വേണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങിയിട്ടുള്ള പൈസ തിരിച്ചു കൊടുക്കണ്ടേ. അത് തിരിച്ചു കൊടുത്തില്ല. അപ്പൊ എന്തായി, ബാങ്കുകളൊക്കെ തകർന്നു അല്ലെ. അടുത്ത പോയിന്റ് എന്താ, പണപ്പെരുപ്പം വർദ്ധിച്ചു. പണപ്പെരുപ്പം അല്ലെ, പണത്തിന് ഒരു വിലയില്ലാണ്ടായി മാറി എന്നല്ലേ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും, അൺഎംപ്ലോയ്മെന്റും പോവർട്ടിയും രൂക്ഷമായി. അതെന്തായാലും ഉണ്ടാവുമല്ലോ, പോവർട്ടി എന്തായാലും ഉണ്ടാവും. കാരണം എന്താണ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല, വെൽത്ത് ഇല്ല, ഒന്നുമില്ല, പൈസ ഇല്ല, അതുപോലെ ജോലി ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്തായി, അവിടെ പോവർട്ടിയും ഉണ്ടായി, അതുപോലെ അൺഎംപ്ലോയ്മെന്റും ഉണ്ടായി. അപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ അമേരിക്കയെ ഇതെങ്ങനെയാണ് മോശമായിട്ട് ബാധിച്ചത്? അതായത് യൂറോപ്യൻ രാജ്യങ്ങള് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്തായി, പൈസയൊന്നും ഇല്ലാണ്ടായി. ആ സമയത്ത് അമേരിക്കയിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരുന്നു അവർ മുന്നോട്ട് ജീവിക്കാൻ നോക്കിയിരുന്നത് അല്ലെ. പക്ഷെ അമേരിക്കയിൽ നിന്ന് എടുത്ത ആ ഒരു ലോൺ ആർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല.
ഈ ഒരു എക്കണോമിക് ഡിപ്രഷൻ എന്താണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആണല്ലോ മക്കളെ? എക്സാമിന് 4 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും ഇത്. ഓക്കെ, ഇപ്പൊ ഇത് സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ അടുത്തൊരു ഭാഗത്തിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത ആ ഒരു ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം അല്ലെ. എന്താ ഈ കോൾഡ് വാർ എന്ന് പറഞ്ഞാല്? നമുക്കറിയാം അല്ലെ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്തിൽ തന്നെ പവർഫുൾ ആയി മാറിയിട്ടുള്ള 2 രാജ്യങ്ങളാണ് റഷ്യയും അമേരിക്കയും അല്ലെ. റഷ്യയെ നമ്മൾ എന്ത് പറയും? സോവിയറ്റ് യൂണിയൻ എന്നും പറയും അല്ലെ. അപ്പൊ എന്താണ് ഈ റഷ്യയും അതുപോലെ അമേരിക്കയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു വാറാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നോക്കാം, ഒന്ന് അമേരിക്കയാണ് അല്ലെ കോൾഡ് വാറിലുള്ളത്, 2 റഷ്യയാണ്. അപ്പൊ ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു വാറാണിത് കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തമാണ് അല്ലെ. അപ്പൊ അമേരിക്കക്കാർ എപ്പോഴും എന്താണ്? ക്യാപിറ്റലിസത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെ. അതായത് അവരുടെ ആശയമാണ് ക്യാപിറ്റലിസം. അപ്പൊ എല്ലാവരും എന്താണ്? അമേരിക്കക്കാരെല്ലാവരും എന്താണ്? ഈ ഒരു ഐഡിയോളജി ആയ ക്യാപിറ്റലിസത്തിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി റഷ്യയുടെ കൺസെപ്റ്റ് എന്താ? സോഷ്യലിസം ആണ് അല്ലെ. സോഷ്യലിസം. അപ്പൊ എന്താണ്? ഇവർ രണ്ടുപേരും എന്താണ്? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പവർഫുൾ ആയി മാറിയിട്ടുള്ള 2 രാജ്യങ്ങളാണ് അല്ലെ. അതായത് സെക്കൻഡ് വേൾഡ് വാറില് അലൈഡ് പവർ ജയിക്കാനുള്ള മെയിൻ കാരണം അമേരിക്കയും റഷ്യയാണ് അല്ലെ. അപ്പൊ എന്താണ്? ഇവര് രണ്ടുപേരും നല്ല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്താണ്? ഇവരുടെ 2 പേരുടെയും ഐഡിയോളജി എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണല്ലോ, രണ്ടും വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ ഇവര് 2 പേരും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഐഡിയോളജിക്കൽ ക്രൈസിസിനെയാണ് എന്ത് പറയാ? കോൾഡ് വാർ എന്ന് പറയാം അല്ലെ. ഓക്കെ അല്ലേ? അതായത് ഇവരെന്താണ്? ഈ ആയുധങ്ങളൊന്നും എടുത്തിട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇങ്ങനെ കൊല്ലാനും താവാനും നിന്നിട്ടില്ല. ഇവർ തമ്മിൽ എന്താണ്? വാക്കുകളിലായിട്ടുണ്ടായിട്ടുള്ള, അതായത് സംസാരിച്ചുണ്ടായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ വാറിനെയാണ് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ക്രൈസിസിനെയാണ് എന്ത് പറയാ? യെസ്, കോൾഡ് വാർ എന്ന് പറയാ. അപ്പൊ ഈ 2 ഭാഗങ്ങളും ക്ലിയർ ആണല്ലോ മക്കൾക്ക്? അപ്പൊ ഈ 2 ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എത്രയാണ്? 4 8 മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ മക്കൾ എന്ത് ചെയ്യുക? ഈ 2 ഭാഗങ്ങളും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഐഡിയോളജിക്കൽ ക്രൈസിസിനെയാണ് കോൾഡ് വാർ എന്ന് പറയാ. അത്രയേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ അല്ലേ? അപ്പം മക്കളെല്ലാവരും എന്താണ്? ഈ ക്ലാസ് കാണുക, ക്ലാസ് കണ്ടിട്ട് ഈ കാര്യങ്ങൾ അപ്പൊ തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ മിസ് ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. ഓക്കെ, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. JP's ജൂനിയർ എന്നാണ് ചാനലിന്റെ പേര്. നിങ്ങൾക്കറിയാലോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേടാ? ബൈ മക്കളെ.